എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കണം. നമ്മളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഉച്ചക്കലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഏട്ടൻ എനിക്ക് എന്താ പറയുക നെല്ലിക്ക ചായ ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ നേരം കൊണ്ട് തന്നെ ഞാൻ കുറച്ച് അരി വെള്ളത്തിലിട്ട് വയ്ക്കാൻ പറഞ്ഞിട്ടാണ്. നമ്മുടെ നീളമുള്ള ബസ്മതി അരിയാണ് കേട്ടോ നമ്മളിടുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഈയിടെയായിട്ട് ഒരുപാട് മടി പിടിച്ചിട്ടുണ്ട് കേട്ടോ വീഡിയോ ഇടാൻ തന്നെ. അതുകൊണ്ടാണ് ഇങ്ങനെ ഇടയിലിടയിലൊന്നും വീഡിയോ ഇപ്പോൾ ഇടാത്തത് കേട്ടോ. പിന്നെ കുറച്ച് തിരക്ക് കാര്യങ്ങളായിരുന്നു, അങ്ങനെയൊക്കെ ആയി. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടൊരു കാര്യം ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മടി വരില്ല. പക്ഷേ ഇത് കുറേ അങ്ങോട്ട് വിട്ടുപോയപ്പോൾ എന്താ പറയുക ശരിക്കും നല്ലൊരു മടിയായി പോയി കേട്ടോ. വീഡിയോ എടുക്കാനും ഇടാനും വേണ്ടിയിട്ട് എല്ലാ ദിവസവും വിചാരിക്കും വൈകുന്നേരം രാവിലെ വീഡിയോ എടുക്കണമെന്ന്. പക്ഷേ എണീറ്റ് വരുമ്പോൾ വിചാരിക്കും അയ്യോ ഇന്ന് വേണ്ട നാളെ എടുക്കുക. അങ്ങനെ ആയി മൊത്തത്തിൽ മടിയായിട്ട് ഇപ്പോൾ നമുക്ക് വീഡിയോ കറക്റ്റായിട്ട് എടുക്കാനോ ഇടാനോ ഒന്നും പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ നല്ലൊരു റെസിപ്പി ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ കൂൺ വെച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ നേരം കൊണ്ട് തന്നെ നമ്മുടെ നെല്ലിക്ക ചായ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നെല്ലിക്ക ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കട്ടൻ ചായയാണ് കേട്ടോ. അതിൻ്റെ സിറപ്പൊക്കെ എടുത്തിട്ടാണ് ഉണ്ടാക്കുക. നല്ല ടേസ്റ്റാണ്. അതിൽ വെള്ളവും തേനും ഒക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയല്ല കേട്ടോ, പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. കണ്ടോ നമ്മുടെ റൗലിക്കുട്ടി നമ്മൾ എന്താ പറയുക ഈ അടുക്കളയിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും കേട്ടോ. ഒന്നുമില്ല നമ്മുടെ കൗണ്ടർ ടോപ്പിൻ്റെ താഴെ ഇങ്ങനെ കിടന്നുറങ്ങും, ഇല്ലെങ്കിൽ നമ്മുടെ കാല് ചുറ്റിക്കൊണ്ട് ഇങ്ങനെ നടക്കും കേട്ടോ. അപ്പോൾ അവൾക്ക് നമ്മൾ അടുക്കളയിൽ പണിയുന്ന സമയത്ത് നമ്മുടെ കൂടെ നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ കുക്കിംഗ് ജോലികളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വേറെ വല്ല ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് പിന്നെ മിണ്ടാണ്ട് പോയി കിടന്നുറങ്ങും കേട്ടോ. അതാണ് അവളുടെ സ്ഥിരമായിട്ടുള്ള ജോലി കേട്ടോ. അങ്ങനെ ഈ സമയം കൊണ്ട് നമ്മൾ ചായയൊക്കെ ഒന്ന് കുടിക്കാൻ പറഞ്ഞിട്ടാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ കൂണൊന്ന് വൃത്തിയാക്കി എടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. ചായ കൂടി കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ പിന്നെ കൂണൊന്ന് വൃത്തിയാക്കി എടുക്കുകയാണ്. കൈ കൊണ്ട് ഇങ്ങനെ എടുക്കുമ്പോൾ എന്താ പറയുക കറക്റ്റായിട്ട് വരില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം എടുത്ത് നോക്കി കിട്ടാണ്ടായപ്പോൾ ഞാൻ പിന്നെ കത്തി വെച്ചിട്ട് തന്നെ ഒന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. കത്തിയും കൊണ്ടാകുമ്പോൾ പെട്ടെന്ന് കിട്ടും. അങ്ങനെ കൂൺ ആദ്യം ഇതുപോലെയുള്ള അതിൻ്റെ മേൽഭാഗത്തെ തോല് നല്ലപോലെ ഒന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വലിക്കുമ്പോൾ തന്നെ വരും കേട്ടോ. ഈ തോല് എടുക്കാണ്ട് നമ്മൾ വെക്കുക എന്നുണ്ടെങ്കിൽ അതിൻ്റെ മേൽഭാഗത്ത് ഒരു വഴുവഴുപ്പ് ഉണ്ടാകും, ഒരു ടേസ്റ്റ് കുറവ് തോന്നും, ഒരു വഴുവഴുപ്പ് തോന്നും. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് നമ്മുടെ കാലൊക്കെ ഒന്ന് ചിരണ്ടി എടുക്കുകയാണെങ്കിൽ നല്ല ക്ലീനായി വരും. അതിനുശേഷം നല്ലപോലെ കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ 3 വലിയുള്ളി ഒന്ന് നേരാക്കി എടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. 1-2 ടൈപ്പിൽ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ കൂൺ വെച്ചിട്ട്. അപ്പോൾ ആ ഒരു ടൈപ്പാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. ഇനി നമുക്ക് വേറൊരു ടൈപ്പിൽ ഉണ്ടാക്കാം, അത് പിന്നെ ഒരു ദിവസം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് തമിഴ്നാട് സ്റ്റൈലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ റൈസ് കഴിക്കുന്നത്. അപ്പോൾ ചിക്കനും ആയാലും റൈസ് ആയാലും ഇങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തോന്നാറുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വേഗം തന്നെ അതെല്ലാം അരിഞ്ഞെടുത്തു. അതിനുശേഷം നമ്മൾ വെക്കാനുള്ള പാത്രമൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഈ കുക്കറിൽ നമ്മൾ പാലട പായസത്തിനുള്ള പാല് ഒന്ന് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. അത് ചെറിയ തീയിൽ അങ്ങനെ വേവാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അട വേവിക്കാനുള്ള വെള്ളവും കൂടെ നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കറക്റ്റായപ്പോൾ നമ്മൾ ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നമ്മുടെ റൈസ് വെക്കാനുള്ള പാത്രവും കൂടെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലപോലെ ചൂടായി വന്നതിലേക്ക് നമ്മൾ റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് കൂടുതൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇതെല്ലാം ചേർത്ത് നമ്മൾ ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ വലിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വലിയ ഉള്ളിയോട് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഏകദേശം നല്ലപോലെ തന്നെ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വഴഞ്ഞ് വരണം, അപ്പോഴാണ് നന്നായിരിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ നല്ലോണം വഴറ്റിയെടുക്കണം. ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കല്ലുപ്പാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. പൊടിയുപ്പിനെക്കാട്ടിലും എന്തുകൊണ്ടും നല്ലതാണ് കല്ലുപ്പ് ചേർക്കുന്നത്. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ വലിയ ഉള്ളി നല്ലപോലെ തന്നെ വഴണ്ട് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം ചതച്ചത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, ഒരു 5-6 അല്ലി വെളുത്തുള്ളി കൂടെ ചേർത്ത് ഒന്നിച്ച് തന്നെ ചേർത്ത് നമ്മൾ മിക്സിയിലിട്ട് ചതച്ചെടുത്താണ് കേട്ടോ. നന്നായി പേസ്റ്റ് ആക്കണ്ട, ഇതുപോലെ ചതച്ചെടുത്താലും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പച്ചമുളകിൻ്റെ എരിവ് നമുക്ക് കൂട്ടിയിട്ട് വേണമെങ്കിൽ എടുക്കാം. ഞാൻ ഒരു 2 എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് അതിൻ്റെ എല്ലാം പച്ചമണം മാറിയതിന് ശേഷം നമ്മളതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ സ്പൂണിന് 1 സ്പൂണ് മല്ലിപ്പൊടി,
പിന്നെ എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് എത്ര എരിവ് വേണോ അപ്പോൾ അതിനനുസരിച്ചുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇതിന് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് ഇതിൻ്റെ എല്ലാം പച്ചമണം മാറി വന്നതിന് ശേഷം ചെറിയൊരു 2 തക്കാളി കേട്ടോ, 2 തക്കാളി കൂടെ ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് എന്താ പറയുക വെന്ത് ഉടഞ്ഞ് അലിഞ്ഞ് വരണം കേട്ടോ. അപ്പോൾ ഞാൻ അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം കൊണ്ട് തന്നെ ഇത് റെഡിയായിട്ട് വരും. അപ്പോൾ ഇടയിൽ ഞാനിത് ഓപ്പൺ ചെയ്ത് നല്ലപോലെ ഒന്ന് ഉടച്ച് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പുളിയില്ലാത്ത തൈര് വേണം ചേർത്ത് കൊടുക്കാൻ, നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതിൽ ആവശ്യത്തിനുള്ള ഒരു 2 കയ്യിൽ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1/4 കപ്പിലും താഴെയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പുളിപ്പുണ്ടെങ്കിൽ അധികം ചേർക്കണ്ട. പുളിപ്പില്ലാത്ത തൈരായ കാരണമാണ് ഞാൻ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നമ്മുടെ തൈരൊക്കെ ചേർത്ത് നല്ലപോലെ എണ്ണയൊക്കെ പിരിഞ്ഞ് തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിത്തലയും പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിത്തലയും പുതിനയിലയും ചേർക്കാൻ മറക്കണ്ട കേട്ടോ. അതാണ് ശരിക്കും പറയുന്നത് നമ്മുടെ റൈസിന് ടേസ്റ്റ് കൂട്ടുന്ന ഐറ്റം. അതുകൂടി ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് കഴുകി മുറിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ മഷ്റൂം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഒരുപാട് പൊടിയാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വലുതാണെങ്കിൽ 4 എടുക്കുക, ഒരു മീഡിയം സൈസാണെങ്കിൽ 2 എടുത്താൽ മതി കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇത് വെന്ത് വരുമ്പോൾ ഇത് ചുരുങ്ങിപ്പോവും. അപ്പോൾ നമ്മൾ ഒരുപാട് പൊടിയായി അരിഞ്ഞിട്ടുണ്ടെങ്കിൽ റൈസിൻ്റെ കൂടെ ഇത് ഒട്ടും കാണാൻ പറ്റാണ്ടാവും കേട്ടോ. അതുകൊണ്ട് കുറച്ച് വലിയ സൈസിൽ തന്നെ നമുക്കത് മുറിച്ചെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് അടച്ച് വെച്ചിട്ട് വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മുടെ മഷ്റൂമിൽ തന്നെ വെള്ളം വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, അതിൽ തന്നെ ഇത് വെന്ത് വരും കേട്ടോ. പിന്നെ പായസം നമ്മൾ തിളപ്പിക്കാനൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കൂനൊക്കെ നല്ലപോലെ തിളച്ച് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ നിറച്ച് 1 സ്പൂണ് നമ്മുടെ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഗരം മസാല ചേർത്ത് കൊടുക്കുക, ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുക. ചിക്കൻ മസാല ചേർക്കുമ്പോൾ എന്താ പറയുക, ഒരു ചിക്കൻ്റെ ഫ്ലേവർ വരും കേട്ടോ. അപ്പോൾ നമ്മൾ മഷ്റൂം ആയതുകൊണ്ട് തന്നെ ചിക്കൻ ഫ്ലേവർ വരുമ്പോൾ മഷ്റൂമിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഗരം മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് മിക്സ് ചെയ്തതിന് ശേഷം 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന കണക്കിൽ ഞാൻ നമ്മുടെ ചൂടുവെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ മസാലയൊക്കെ റെഡിയാക്കി അതിൽ വെള്ളം ചേർക്കുന്ന സമയത്ത് ചൂടുവെള്ളം ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ റൈസിൽ എന്തായിക്കോട്ടെ അതിനൊരു പച്ചച്ചവ ഉണ്ടാകും. പിന്നെ നമ്മുടെ വെള്ളം നല്ലപോലെ തിളച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മൾ റൈസ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. നല്ലപോലെ തിളച്ചതിന് ശേഷം നമ്മൾ കുതിർത്ത് വെച്ചിട്ട് ഊറ്റിയെടുത്തിട്ട് നമ്മുടെ റൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നീളമുള്ള അരിയായ കാരണം കേട്ടോ 1 ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം എന്ന കണക്കിൽ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചെറിയ അരിയാണെങ്കിൽ 1.5 ഗ്ലാസ് മതിയാകും. അപ്പോൾ ഞാൻ 1 ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം എന്ന കണക്കിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ പാലട പായസത്തിനുള്ള പാലൊക്കെ ഒന്ന് തിളച്ച് റെഡിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുക്കറിൽ ഉണ്ടാക്കിയിട്ട് അതിന് ശേഷം അങ്ങനെയായിട്ട് ഉണ്ടാക്കാറുള്ളത്. പിന്നെ അതിലേക്ക് നമ്മൾ വേവിച്ച് ഊറ്റി വെച്ചിട്ടുള്ള നമ്മുടെ അട കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിവിടെ കിടന്ന് കുറച്ച് നേരം തിളച്ച് സെറ്റായി വരണം. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ റൈസ് വെള്ളമൊക്കെ വറ്റി വരും. അപ്പോൾ കുറേ ആയിട്ടോ പായസം കുടിക്കണമെന്ന് വിചാരിച്ചിട്ട്, അപ്പോൾ പിന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പായസം കുട്ടികൾക്കും എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ പായസമൊക്കെ അവിടെ റെഡിയാക്കാൻ വെച്ചു. ആ നേരം കൊണ്ട് തന്നെ നമ്മുടെ റൈസ് നല്ലപോലെ തന്നെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ ഇതൊന്ന് ദം ചെയ്തെടുക്കാം കേട്ടോ. മഷ്റൂം വെച്ചിട്ട് പല തരത്തിലും നമുക്ക് ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിൽ ഒരു വെറൈറ്റിയാണ് നമ്മൾ ഇന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ ഇനിയും ഒരുപാട് തരത്തിൽ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം ഇതിനിടയിൽ വേറെ പോലെയും ബിരിയാണി ഉണ്ടാക്കുന്നത് കാണിക്കാം കേട്ടോ. അങ്ങനെ 20 മിനിറ്റ് ദമ്മായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതൊന്ന് ഓപ്പൺ ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുക. ഇപ്പം നമുക്ക് കാണുമ്പോൾ കുറച്ച് ഒട്ടൽ പോലെ തോന്നും. എന്താ പറഞ്ഞാൽ നമ്മളിതിപ്പോൾ ദം പൊട്ടിക്കുന്ന സമയത്ത് അതങ്ങനെ ഉണ്ടാവും. ഒന്ന് ആവി പോയി കഴിഞ്ഞാൽ അത് കറക്റ്റാകും കേട്ടോ. അപ്പോൾ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള മഷ്റൂം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനെപ്പോലെ തന്നെ ഒരു സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ മുട്ട വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ അച്ചാർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നാരങ്ങയില മാങ്ങ അച്ചാർ കേട്ടോ. ഇപ്പോൾ മാങ്ങയൊക്കെ കിട്ടുന്ന സീസൺ ആയതുകൊണ്ട് തന്നെ ഞാൻ മാങ്ങ അച്ചാർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് വേവിച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ മഷ്റൂമിലും റൈസിലും ഒക്കെ ഈ മസാലയൊക്കെ ചേരുന്നത് കൊണ്ട് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും. പ്രത്യേകിച്ച് വേറൊരു കറിയുടെ ആവശ്യമില്ല കേട്ടോ. അങ്ങനെ നമ്മൾ റെഡിയായിട്ട് എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മൾ ദം ചെയ്തെടുക്കുന്നതിന് ഒരു ടേസ്റ്റാണ്, ഒന്നിച്ച് വേവിച്ചെടുക്കുന്നതിന് ഒരു ടേസ്റ്റാണ്, വേറെ വേറെ റൈസ്
റൈസും ചിക്കനും പോലെ കഴിക്കുമ്പോൾ അതിനെല്ലാം ഓരോരോ ടേസ്റ്റാണ് അല്ലേ. എന്നാൽ എല്ലാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണമാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റൈസും എന്താ പറയുക സാലഡും അച്ചാറും മുട്ട വേവിച്ചതും എല്ലാം കൂടി ആയിട്ടുള്ള നല്ലൊരു ലഞ്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ ഈ റൈസ് ഇങ്ങനെയൊക്കെ വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മഷ്റൂം പറയുമ്പോൾ അതിനൊരു പ്ലെയിൻ ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ഇതുപോലെ വെക്കുമ്പോൾ എന്താ പറയുക നമ്മുടെ റൈസിനും അതിൻ്റെ മസാലയും ടേസ്റ്റും ഒക്കെ ഇറങ്ങിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മുടെ സബ്സ്ക്രൈബർ 1-2 റെസിപ്പി കൂടെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളും ഓരോരോ ദിവസമായിട്ട് ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന റെസിപ്പികളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഹൈപ്പ് ഓപ്ഷൻ ഉണ്ട് കേട്ടോ, അതുകൂടെ ചെയ്താൽ നന്നായിരിക്കും. കുക്കിങ്ങൊക്കെ പറയുമ്പോൾ നമ്മൾ ഡെയിലി ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ എത്ര കുക്കിംഗ് അറിയാത്തവരും പിന്നീട് നല്ല കുക്കായി മാറും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മസാലയൊക്കെ ചെയ്യുന്ന സമയത്ത് അതൊക്കെ നല്ലപോലെ വഴറ്റി അതിനുള്ള പച്ചമണം എല്ലാം കഴിഞ്ഞ് അതിന് കുറച്ച് വേവാനും ആവാനുള്ള സമയം കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നല്ല രീതിക്ക് തന്നെ നമുക്ക് എല്ലാ ഐറ്റവും കുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ചില ഐറ്റം നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ശരിയാകില്ല എന്ന് നമ്മൾ വിചാരിച്ചാലും പക്ഷെ അത് നമ്മൾ ചെയ്ത് വരുമ്പോൾ അത് തനിയെ അതിൻ്റെ പാകത്തിനും പക്വതയ്ക്കും വരുന്നതായിരിക്കും കേട്ടോ. കുറേ ചെയ്യുമ്പോൾ നമുക്കും മനസ്സിലാവും അത് എങ്ങനെയൊക്കെ മാറ്റിയെടുക്കണം, എങ്ങനെയൊക്കെ ശരിയാക്കണം എന്ന് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.